നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഡോക്ടർ ജോർജ് തോമസിനെയാണ്. അദ്ദേഹം ഭൗതിക ശാസ്ത്രത്തിൽ നിന്നും ഗണിതശാസ്ത്രത്തിലേക്ക് വന്ന അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുവാനുള്ള കാരണം നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായ ഇടിമിന്നൽ ദുരന്തങ്ങളിൽ നിന്നും കേരളത്തെ സംരക്ഷിക്കുവാനുള്ള ഒരു മെക്കാനിസം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമിൽ പ്രവർത്തിക്കുന്ന ശ്രീ റിങ്കു, റോയി തുടങ്ങിയവരെല്ലാം ചേർന്ന് ഇത് കേരളത്തിലെമ്പാടും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഒരാളാണ് കേരളത്തിലുള്ള അദ്ദേഹം. നമുക്ക് അഭിമാനിക്കാം, കാരണം അദ്ദേഹം ഒരു മലയാളിയാണെന്നുള്ളതിൽ. കേരളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഈ ചെലവ് കുറഞ്ഞ ഇടിമിന്നൽ സംരക്ഷണ സംവിധാനമാണ്. അതേക്കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്നതായിരിക്കും നല്ലത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലത് കേട്ടു നോക്കാം. സർ, നമസ്കാരം. സാർ ഒരു മിന്നൽ രക്ഷാചാലകം രൂപകൽപ്പന ചെയ്തല്ലോ. അപ്പം അത് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നൊന്ന് വിശദീകരിക്കാമോ? അതിൻ്റെ പ്രത്യേകതകൾ പറയണമെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനം എന്താണെന്ന് പറയണം. നമ്മുടെ നാട്ടിലിപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് 2-3 തരമാണ്. ഒന്ന് വെറും ഒരു റോഡ്, അത് കൂമ്പനയുള്ളത്, ഷാർപ്പ് ആണ് നാട്ടിൽ ഉപയോഗിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്കലി സ്പീക്കിംഗ്, ഇലക്ട്രോസ്റ്റാറ്റിക്കലായിട്ട് പറയുമ്പോൾ അതിന് എഫിഷ്യൻസി കുറവാണ്. ഇത് ഞാൻ നോട്ട് ചെയ്ത 10 കൊല്ലം മുമ്പാണ്. അന്നേരമാണ് എനിക്ക് ഐഡിയ കിട്ടിയത്, നമ്മുടെ നാട്ടിൽ ഇത് കറക്റ്റായിട്ടുള്ള എഫിഷ്യൻ്റായിട്ടുള്ള കാന്തം കൊണ്ടുവരണമെന്ന്. അത് അമേരിക്കയിൽ കൊണ്ടുവന്നത് കാണുകയും ചെയ്തു. അപ്പം ഞാൻ അത് ഇവിടെ തുടങ്ങാനായിട്ടൊരു ഐഡിയ ഇട്ടു. അപ്പോൾ അതിൻ്റെ കൂടെ ഇവിടുത്തെ കുറേ ധാരണകളെപ്പറ്റി എനിക്ക് മനസ്സിലായി. ഇവിടുത്തെ ചില ധാരണകളുണ്ട്. ചെമ്പ് കൊണ്ട് മാത്രം എൻ്റെ വീട് ചെയ്യാവൂ, കാരണം അതൊരുപാട് നാൾ നിൽക്കും. അത് കറക്റ്റാണ് അവർ പറയുന്നത്. പക്ഷേ അലൂമിനിയവും അതുപോലെ നിൽക്കും. നോക്കിയാൽ മതി, നമ്മുടെ വൈദ്യുതി വരുന്ന കമ്പികൾ എത്ര വർഷം അവിടെ നിൽക്കും. സാർ, പക്ഷേ കണ്ടക്ടിവിറ്റിയുടെ ലെവലിൽ വ്യത്യാസമില്ല. കണ്ടക്ടിവിറ്റിയുടെ ലെവലിലാണ് വ്യത്യാസം. അലൂമിനിയം കോപ്പർ കണ്ടക്ടറിൻ്റെ 61% ഉള്ളൂ എഫിഷ്യൻറ്റ്. ആ ഒരു കാര്യം വെച്ചുകൊണ്ട് അലൂമിനിയം കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കോസ്റ്റ് കൂടുകയാണ്. അതിന് ചെയ്യേണ്ടത്, അതിനെ അതിജീവിക്കാൻ ഈ അലൂമിനിയത്തിൻ്റെ വ്യാസം ശകലം കൂട്ടിയാൽ മതി. അതായത് കോപ്പറിന് തുല്യമായ ഇപ്പം കോപ്പർ 40 സ്ക്വയർ mm കോപ്പറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അലൂമിനിയം 45 സ്ക്വയർ mm ആക്കണം. ശരി. അതുകൊണ്ട് രണ്ടിൻ്റെയും കപ്പാസിറ്റി ഒന്നായി, ചെലവ് നേരെ 5-1. അതിലും പ്രധാനം നമ്മൾ കോപ്പർ പോലെയുള്ള ഒരു മൂലകം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ കൂമ്പനയുള്ള മിന്നൽ രക്ഷാജാലകം ഉപയോഗിക്കുന്നത് അത് പ്രൊട്ടക്ഷന് മറ്റേതുപോലെ തരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങ് ഒഴിവാക്കണം. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് പ്രയോറിറ്റി. കാരണം നമ്മുടെ നാട്ടിൽ ഈ ശൂലങ്ങൾ പോലെ പല കൂമ്പനയുള്ള ഇങ്ങനെ കുലച്ച് നിൽക്കുന്ന മാതിരിയുള്ളത്, അത് തീരെ എഫിഷ്യൻ്റ് അല്ല. മൂന്നാമത്തെ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ഞാൻ കാണുന്നത്, അത് ചൈനയിൽ കാണുന്നില്ല ഞാനത്, യൂറോപ്പിൽ കാണുന്നുണ്ട്, അമേരിക്കയിൽ കാണുന്നില്ല, ആസ്ട്രേലിയയിലില്ല, ആസ്ട്രേലിയ, കാനഡ, USA, ഇവിടെല്ലാം നല്ല കറക്റ്റായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതായത് ESE, ഏർലി സ്ട്രീമർ എമിഷൻ എന്നും പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഈ സംവിധാനം, അതിനകത്തൊരു ബാറ്ററിയൊക്കെ ഉണ്ട്. ബുർജ് ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ അതുകൊണ്ട് പ്രയോജനം. അവിടെ അത് വെച്ച് കഴിഞ്ഞാൽ 2-3 മാസം കൂടി ഇരിക്കുമ്പോൾ അതിൻ്റെ ബാറ്ററി മാറ്റാനായിട്ട് നമുക്ക് കയറാം. നമ്മുടെ നാട്ടിലൊരു വീടിൻ്റെ മുകളിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ആര് കയറും? എവരി 3 months. അതിൻ്റെ ആവശ്യമില്ല. ഈ ബാറ്ററി 3 മാസം കൂടെ മാറിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ആവശ്യമില്ല. അതിന് പകരം എഫിഷ്യൻ്റായിട്ടുള്ള, ഞാനീ പറഞ്ഞ റൗണ്ടഡ് ടിപ്പുള്ള ഫ്രാങ്ക്ലിൻ റോഡ് വെച്ചാൽ മതി. ഈ 3 കാര്യങ്ങളാണ് എനിക്ക് പ്രത്യേകമായിട്ട് ചെയ്യാനുണ്ടായിരുന്നത്. അതായത് ഈ റൗണ്ടഡ് ഫ്രാങ്ക്ലിൻ റോഡ്, അതുപോലെ ഈ ESE വേണ്ട,
ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ കോപ്പറും വേണ്ട. കോപ്പർ ഈസ് ഗുഡ്, കോപ്പർ കൊള്ളാം, പക്ഷേ അലൂമിനിയം ഈസ് ഗുഡ്, ഈക്വലി ഗുഡ്. ഇതിലെല്ലാം നല്ലതൊരെണ്ണമുണ്ട്, ഗോൾഡ്. പക്ഷെ നമ്മൾ ഗോൾഡ് വെക്കുവോ? വെക്കാറില്ല. വെക്കാനുള്ള അത്ര ഗോൾഡ് ഇവിടെ വീടുകളിലുണ്ട്, പക്ഷെ ഗോൾഡ് ഒത്തില്ല എങ്കിൽ അതിനടുത്ത് വേറൊരാളുണ്ട്, സിൽവർ ഈസ് ബെറ്റർ ദാൻ കോപ്പർ. എഗെയിൻ കോസ്റ്റ് ഈസ് ഹൈ. അതുകൊണ്ട് അലൂമിനിയത്തിലോട്ട് ആളുകളെ കൊണ്ടുവരണം. അതുകൂടാതെ ഈയിടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഒരു പുതിയ സംഭവം നമ്മുടെ നാട്ടിലുണ്ട്. അതായത് സോളാറിനകത്ത് നമ്മൾ ഒരടി 1.5 അടി എങ്ങോട്ട് നോക്കിയാലും ഒരു കമ്പ് പോലെ ഇങ്ങനെ ലൈറ്റ്നിങ് അറസ്റ്റർ വെച്ചിട്ട് പോകുന്നു. പലയിടത്തും അത് ശരിയായിട്ട് വയർ ചെയ്തിട്ടില്ല, പലയിടത്തും അതുകൊണ്ട് കറക്റ്റായിട്ട് ഇൻസ്റ്റോൾ ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങളൊരു പുതിയ കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. ഈ സോളാറിന് കൂടാതെ അതുൾപ്പെടെ ആ കെട്ടിടത്തിനും കൂടെ സംരക്ഷണം നൽകുന്ന ഒരു സംവിധാനം ഞങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ സോളാറിന് വെക്കുന്ന കമ്പിന് ഒരു സംശയം ചോദിച്ചല്ലേ സാർ, ഇപ്പൊ കണ്ടുപിടുത്തം എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൊ അത് ഒരു പേറ്റന്റ് എടുക്കുവോ അങ്ങനെ വല്ല? പേറ്റന്റിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. യെസ്, ഇറ്റ് വിൽ ബി എ പാറ്റന്റഡ് പ്രോഡക്റ്റ്. കാരണം അത്തരം ഒരു സാധനം നാട്ടിലില്ല. അത് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് എഫിഷ്യൻ്റായിട്ടുള്ള കെട്ടിടം കൂടി സംരക്ഷിക്കുന്ന ഒരു മിന്നൽ ജാലകം ഞങ്ങൾ ഇറക്കുകയാണ്. ശരി. നോട്ട് ഫോർ കേരള ഉള്ളി, കേരളത്തിന് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് മൊത്തം ഉപയോഗിക്കാവുന്ന രീതിയിൽ ഞങ്ങളത്. എന്നത്തേക്ക് അത് ഇനി ഒരു 4 മാസം എടുക്കും. ഞങ്ങളുടെ പാറ്റന്റിന്റെ രജിസ്ട്രേഷൻ, പിന്നെ ഷിപ്പിംഗ് ബോക്സുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഉള്ള 2 ഗുണങ്ങളാണുള്ളത്. ഒന്ന്, സോളാറിലുള്ള ഈ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ കാര്യക്ഷമമാകുന്നത് കൂടാതെ കെട്ടിടത്തിനും കൂടെ സംരക്ഷണം വരുന്നു. സാർ, അപ്പോൾ ഒരു സംശയം ചോദിച്ചോട്ടെ സാർ, ഇപ്പോൾ ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കണം എന്ന് പറഞ്ഞു. ഉണ്ട്. സാർ ഇരിക്കുന്ന കടമ്പനാടാണ്. അപ്പോൾ ഈ കടമ്പനാടാണ് സാറിന്റെ യൂണിറ്റും. അതെ. ഈ കടമ്പനാടുള്ള ഒരു യൂണിറ്റ് ഇന്ത്യ മുഴുവൻ ഇതിനുള്ള ഒരു മെക്കാനിസം, ഡിസ്ട്രിബ്യൂഷൻ മെക്കാനിസം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? താങ്കൾ ആ ചോദ്യം ചോദിച്ചു, വളരെ നന്ദിയുണ്ട്. ഞങ്ങൾ ഇപ്പം യൂട്യൂബ് വീഡിയോയുടെ കാലമാണ്. ഇത് ഇൻസ്റ്റോൾ ചെയ്യുന്നത് വിശദീകരിച്ചുകൊണ്ട് ഡു ഇറ്റ് യുവർ സെൽഫ് ആണിത്. ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. തന്നെയല്ല, ഏറ്റവും സിമ്പിളാണ്. കസ്റ്റമറിന് ചിന്തിക്കേണ്ടി വരുന്നില്ല, ഞങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞു കേട്ടോ. ദ തിങ്കിങ് ഈസ് ബൈ അസ്. യു ജസ്റ്റ് ഫോളോ സ്റ്റെപ്സ്, 2-3 സ്റ്റെപ്പുകൾ. 10 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് ഒക്കെയല്ല, അങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ല. ഒരു 20 മിനിറ്റ് കൊണ്ട് ഇത് ഇൻസ്റ്റോൾ ചെയ്യാൻ പറ്റും. അതായത് ഒന്ന് വെൽഡ് ചെയ്യുന്ന കാര്യമേ ഉള്ളൂ. ഇറ്റ് വിൽ ബി എക്സ്ട്രീംലി സിമ്പിൾ. അതെല്ലാം അവോയ്ഡ് ചെയ്യുന്ന, കോംപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ കണ്ടുപിടുത്തമായിട്ട് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ കിറ്റ് അങ്ങോട്ട് പൊളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതെങ്ങനെയാണ് നമ്മൾ ഇത് ഇൻസ്റ്റോൾ ചെയ്യുന്നത് ചിന്തിക്കേണ്ട. സ്കാൻ ചെയ്താൽ ക്ലാസ് ഉണ്ട്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3. കസേര എടുത്തിരുന്നോണേ ഉള്ളൂ. ഓക്കെ. അല്ല, അപ്പോൾ അതിൽ തന്നെ വേണം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോയിലേക്ക് പോകാൻ. കീപ് ഇറ്റ് സിമ്പിൾ, as simple as possible. ഇതിന്റെ കോസ്റ്റിനെ കുറിച്ച് ഒന്ന് പറയാമോ? കോസ്റ്റിന് ഞങ്ങളുടെ ആ പാറ്റന്റ് പെൻഡിങ് പ്രോഡക്റ്റിന് ഇറ്റ് ഈസ് ടു ഏർലി ടു പ്രിഡിക്ട് ദ കോസ്റ്റ് അപ്രോക്സിമേറ്റ്. ബട്ട് ദ കോസ്റ്റ് ഫോർ അത് ഉപയോഗിച്ചൊരു വീടിനും കൂടെ സംരക്ഷണം കൊടുക്കണമെങ്കിൽ ഞങ്ങളുടെ അലൂമിനിയം കേബിൾ ഉപയോഗിച്ചായിരിക്കും ചെയ്യുന്നത്. കോപ്പറുമായിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു 1/3. 1/3 കോസ്റ്റ്, 1/3 പോലെ. അതേസമയം കോപ്പറിൻ്റെ അതേ ഗുണനിലവാരം 50 കൊല്ലം പോരായോ? ധാരാളം. 50 കൊല്ലം പോലെ ഇപ്പോൾ വീടുകൾ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതിന് മുമ്പേ പൊളിച്ചു മാറ്റുകയാണ്. ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീട് നമ്മൾ അങ്ങനെ പറയാൻ ഒക്കുമോ? അതിനെത്ര? അത് ഈ റൂഫിൻ്റെ ജിയോമെട്രി അനുസരിച്ചിരിക്കും. റൂഫ് വളരെ വിശാലമാണ് എങ്കിൽ അതിനനുസരിച്ച് ഞങ്ങൾ ആ വീഡിയോയിൽ വിശദീകരിച്ചിരിക്കും. ചിലപ്പം എക്സ്ട്രാ ഒരു റോഡ് വേണ്ടി വരും. കാരണം നമ്മൾ അവരോട് പറയുകയാണ്, ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസമാധാനം ഉണ്ടെന്ന് പറഞ്ഞാൽ മനസമാധാനം ഉണ്ടായിരിക്കണം, കൊടുക്കാൻ പറ്റണം. യെസ്, ഐ ആം ട്രൈങ് ടു ടീച്ച് പീപ്പിൾ. ഐ ആം എ പ്രൊഫസർ. ഐ പ്രൊഫസ്. ഐ ആം ട്രൈങ് ടു ടീച്ച് അവർ പബ്ലിക് ഹൗ ടു ഡു ദിസ് so that it really protects.
പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ അപായമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ സാറ് ഇപ്പോൾ ഈ സാറിൻ്റെ മേഖലയിലുള്ള ഒരു കണ്ടുപിടുത്തം തന്നെയാണ് നടത്തിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പക്ഷേ കേരളത്തിൽ പൊതുവെ ഈ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാനും നടപ്പിലാക്കാനും ഒക്കെ പാടാണ് എന്ന് പൊതുവെ ഒരു അഭിപ്രായം. അത് ശരിയാണ്. എനിക്ക് പേടി എന്നുള്ള കാര്യം എനിക്കില്ല. ഇല്ല. ആകെ ഒരാളെ പേടിയുണ്ട്, ഈശ്വരൻ. അല്ലാതെ ഒരാരെ എനിക്ക് പേടിയില്ല. കാരണം ഇത് ഈ വയസ്സായതുകൊണ്ട് എനിക്ക് 78 വയസ്സുണ്ട്. ഞാനിത് കുറേ സാർ ഇപ്പോഴും ഓടുന്നില്ലേ? ഓടുന്നുണ്ട്. എത്ര കിലോമീറ്റർ ഓടുന്നത്? മൂന്ന് ദിവസം കൂടി ഇരിക്കുമ്പോൾ 20 കിലോമീറ്റർ എല്ലാ ദിവസവും പന്ത് കളിക്കുന്നുണ്ട്. അതൊന്നും അല്ല കാര്യം. പ്രസിഡന്റ് ബുഷ് കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും. അദ്ദേഹത്തിൻ്റെ കാലത്ത് അമേരിക്കയിലെ 58,000 ഹൈസ്കൂളുകളിൽ എനിക്കൊരു പരീക്ഷ നടത്തണമെന്നൊരാഗ്രഹം. എന്തോ എൻ്റെ ഈ പ്രതിഭകളെ കണ്ടുപിടിക്കാൻ. അപ്പോൾ അവർ ഓരോ സ്റ്റേറ്റുകളായിട്ട് അങ്ങ് തടഞ്ഞു. അങ്ങനെയൊക്കെയല്ല ഞങ്ങളുടെ പരീക്ഷകളെ. അത് അതിജീവിച്ച് എല്ലായിടവും പരീക്ഷ നടത്തിയതാണ്. അതിൽ കൂടുതലൊന്നും വിടില്ല. അമേരിക്കയിൽ നൗ ഐ മീറ്റ് ദി അമേരിക്കൻ പ്രസിഡൻറ്റ്സ്. കാരണം എൻ്റെ പ്രതിഭകൾ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു ഫ്രീ റൈഡ്. ഓക്കെ. അല്ലാതെ ഞാൻ ആരാ? ഐ ആം എ ഓർഡിനറി മാത്തമെറ്റീഷ്യൻ, ബട്ട് മൈ കിഡ്സ് ആർ ഗുഡ്. സാർ, ഞാൻ ചോദിച്ചത് ഈ വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ നടക്കുകയില്ല എന്ന് സാർ വിശ്വസിക്കുന്നില്ല? ഇവിടെ നടത്തിയെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റുമെന്ന് തന്നെയാണ്. അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നതേ ഇല്ല. ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എംപ്ലോയ്മെൻറ്റ്. ദ മെയിൻ തിങ് ഐ ആം കൺസേൺഡ് ഈസ് ഇറ്റ് good for the customer? Only the customer. You serve the customer and it should be useful to them. Bring a product. എത്ര ഇൻഎക്സ്പെൻസീവായിട്ട് അവർക്ക് കാര്യക്ഷമതയുള്ള ഒരു ഉപകരണം കൊടുക്കുക. ബാക്കി എന്താണേലും ശരി, നമ്മൾ ഭവിഷ്യത്ത് ഓക്കെയാണ്. അദ്ദേഹത്തെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അല്ലെ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, ബലവാനും ബുദ്ധിമാനുമായ ഒരു ശാസ്ത്രജ്ഞൻ എന്ന് പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ ഏറിയ അത്ലറ്റിക്സ് ആണ്. ഓട്ടം, അതുപോലെ തന്നെ ഫുട്ബോൾ തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം വളരെയധികം തൽപരനാണ്. കേരളത്തിന് കുറുകെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ആദ്യമായി ഓടിയത് അദ്ദേഹമാണ്. അങ്ങനെ 3 തവണ കന്യാകുമാരി മുതൽ മൂകാംബിക വരെ വിവിധ കാരണങ്ങൾക്കായി അദ്ദേഹം പ്രചാരണത്തിനായി അദ്ദേഹം ഓടിയിട്ടുണ്ട്. ഈ ഓട്ടത്തിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട പല കോളേജുകളിലും മാത്തമാറ്റിക്സ് ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്തു. അതുകൂടാതെ അദ്ദേഹം ഭാര്യാസമേതം എന്ന പേരിൽ വൈഫ് ക്യാരിങ് റേസ്, ഒരു ഇൻ്റർനാഷണൽ ഒരു സ്പോർട്സാണ്. അത് തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത അദ്ദേഹമാണ്. ഇതെല്ലാം കൂടാതെ അദ്ദേഹം കോട്ടയം CMS കോളേജിലെ ഭൗതികശാസ്ത്ര അധ്യാപകനായിരുന്നു. അവിടെ നിന്ന് മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്സിലെത്തി. അവിടെയും ഭൗതികശാസ്ത്രം തന്നെ പഠിപ്പിച്ചു. അവിടുന്ന് കാനഡയിലെത്തി അദ്ദേഹം ഒരു ഗണിതശാസ്ത്രജ്ഞനായി മാറി. ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഒരു ഗണിതശാസ്ത്രജ്ഞനാണ്. അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ നേട്ടമെന്ന് പറയുന്നത് ഏറ്റവും മിടുക്കരായ ഗണിതശാസ്ത്രത്തിൽ അഭിരുചിയുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തി അവരെ പരിശീലിപ്പിച്ച് വലിയ ഗണിത ശാസ്ത്രകാരന്മാരാക്കുവാനുള്ളൊരു പദ്ധതി അദ്ദേഹം ആവിഷ്കരിച്ചു. അത് അന്താരാഷ്ട്ര തലത്തിൽ ഏകദേശം 20-25 വർഷത്തിൽ കൂടുതലായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആദ്യം അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു. അവിടെ ചെയ്യുന്ന 25 മികച്ച വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് അവർക്ക് പരിശീലനം നൽകുകയാണ്. അവരിൽ പലരും ഏതാണ്ട് നോബൽ സമ്മാന ജേതാക്കളാകാൻ വരെ സാധ്യതയുള്ളവരാണ്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വ്യാപിപ്പിച്ചതിനൊപ്പം തന്നെ അദ്ദേഹം ഇന്ത്യയിലും ചൈനയിലും ഗണിതശാസ്ത്ര അധ്യാപനം അടുത്ത കാലത്ത് തുടങ്ങി. ഇന്ത്യയിൽ ഇത് മാത്രമല്ല, ഏതാണ്ട് ഗുരുകുല സമ്പ്രദായത്തിൽ ഗണിതശാസ്ത്രം പഠിക്കുവാനുള്ള ഒരു സംവിധാനം ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 13ഓളം ബ്രാഞ്ചുകൾ അതിനുണ്ട്. വലിയ താമസമില്ലാതെ ഇന്ത്യ എമ്പാടും പ്രചാരത്തിലെത്തും. ഇപ്പോൾ 4 മാസം സാറിൻ്റെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ വരും. സാറിൻ്റെ സഹായിയുടെ നമ്പർ കൂടെ ഞങ്ങൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത തവണ സാറ് കേരളത്തിലെത്തുമ്പോൾ, എല്ലാ വർഷവും സാറ് കേരളത്തിലെത്താറുണ്ടല്ലോ? കേരളത്തിൽ ഞാൻ 2 പ്രാവശ്യം പോകും. ഓരോ പ്രാവശ്യം 6 മാസം നിൽക്കും. അല്ല, സാർ ഇടയ്ക്ക് മദ്രാസിൽ പാട്ട് കേൾക്കാനായിട്ട് അതെല്ലാം ഉണ്ട്. എനിക്ക് കർണാട്ടിക് മ്യൂസിക് ഫാനാണ്. അപ്പോൾ ആ സമയത്ത് അടുത്ത തവണ വരുമ്പോഴേക്ക് സാറിൻ്റെ പ്രോഡക്റ്റ് കേരളത്തിൽ മുഴുവൻ വ്യാപകമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.